കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളിൽ അടുത്തതായിട്ട് എൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ കിഴക്ക് വശം നമ്മുടെ എറണാകുളത്തിൻ്റെ മറ്റൊരു വലിയ ഹൃദയഭാഗമായ MG റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഏതെല്ലാം രീതിയിൽ വികസനം എത്തിക്കാമെന്നുള്ളതാണ്. അവിടെ കാണുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മ പാർക്കിംഗ്. ഒരു മനുഷ്യനും ആ വശത്തുകൂടി ഒരാവശ്യത്തിനും അവിടെ പാർക്കിംഗ് സ്ഥലമില്ല. എത്രയോ അതിന് കിഴക്കുവശത്തും എല്ലാം ഇഷ്ടംപോലെ കടകളും സ്ഥാപനങ്ങളും ഈ മെട്രോയിൽ വരുന്നവർക്കും എല്ലാമായിട്ടുണ്ടെങ്കിലും കാൽനടക്കാർക്ക് തന്നെ കഷ്ടി നടന്നു പോകാവുന്ന രീതിയിലുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി റേഷ്യോ നോക്കിയാൽ ആ പ്രദേശത്ത് തന്നെ ഇതിന് പരിഹാരം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് എന്തേ ആരും കാണാതെ പോകുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കുന്നു. മഹാരാജാസ് ഗ്രൗണ്ട് പണ്ട് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കല്ലൂർ സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് വലിയ വലിയ മത്സരങ്ങൾക്ക് വേദിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് ചൂളമരങ്ങൾ കൊണ്ട് കിട്ടിയ വലിയ ഗാലറിയല്ല. ഇന്ന് വലിയ മത്സരങ്ങളെല്ലാം കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് അത്ര വലിയ മത്സരങ്ങൾക്ക് വേദിയല്ല. അവിടെ തന്നെ കോളേജിലെ സ്പോർട്സ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏരിയ ഇപ്പുറമായിട്ട് കുറെ പനമരങ്ങളെല്ലാം നട്ട് ഇതിന്റെ പുറത്ത് യഥാർത്ഥ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതിന് പുറത്ത് പനമരങ്ങൾ നട്ട് ഒരു അതിർത്തി തിരിച്ചിട്ടുണ്ട്. ഈ പനമരങ്ങൾക്കും MG റോഡിലെ ഇന്നത്തെ നടപ്പാതയ്ക്കും ഇടയിലായിട്ട് മിനിമം ഒരു 8-10 മീറ്റർ സ്ഥലം തെക്ക് മുതൽ വടക്ക് വരെ ശരിക്കും പറഞ്ഞ ഒരു രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്നു. ഇടയ്ക്ക് അതിൽ നടക്കുമ്പോൾ കാണാം 1-2 ഭിക്ഷക്കാരിൽ അതിനകത്ത് കയറി അവിടെ കിടക്കുന്ന പഴയ ബെഞ്ചിലൊക്കെ കിടക്കുന്നതാണ്. മറ്റൊരാവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നില്ല. ഈ സ്ഥലം അതിന്റെ വടക്ക് വരെയും ചെന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഇത്രയും വീതിയില്ല, എങ്കിൽ തന്നെ ഒരു 5-8 മീറ്റർ വീതി കിട്ടും. ഈ സ്ഥലങ്ങൾ മൊത്തം MG റോഡിന്റെ ഭാഗമാക്കാമെങ്കിൽ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ കിട്ടും. ഇന്നത്തെ നടപ്പാത പോലും പൊളിച്ച് അപ്പുറത്ത് മാറ്റാം. മെട്രോ സ്റ്റേഷന്റെ വടക്കുവശം തുടങ്ങി ഒരു 8 മീറ്റർ രീതിയിലുള്ള സ്ഥലം മഹാരാജാസ് ഗ്രൗണ്ടിന്റെ ഈ കിഴക്കുവശം ഫുൾ ലെങ്ത് എടുത്ത് അപ്പുറമുള്ള ജല അതോറിറ്റിയുടെ ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ നേരെ മുല്ലശ്ശേരി കനാൽ റോഡിൽ അതിവിശാലമായ ഏരിയ. ഏതൊരു ഭാഗത്തും റോഡിന് വീതിയുണ്ടോ ആ ഭാഗത്ത് റോഡിന്റെ മൊത്തം ഒരു ആംബിയൻസ്, വലിയൊരു ഐശ്വര്യത്തിന്റെയും വലിയൊരു ഡെവലപ്മെന്റിന്റെയും പ്രതീകമാണ് വീതിയുള്ള റോഡുകൾ. ഇത്രയും ഇപ്പോ ഈ കുറച്ച് നാൾ മുമ്പ് അതെല്ലാം വളരെ വലിയ മതിൽ കെട്ടിത്തിരിക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗം ഈ പനമരങ്ങൾക്ക് കിഴക്കുവശം മുതൽ റോഡിലേക്ക് അറ്റാച്ച് ചെയ്താൽ ആദ്യം പറഞ്ഞ മുൻഭാഗത്ത് സൂചിപ്പിച്ച KPCC ജംഗ്ഷന്റെ വടക്കുവശവും മെട്രോയുടെ തെക്കുവശവുമാവുന്ന ഭാഗം ഇതും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നല്ലൊരു നടപ്പാത KPCC ജംഗ്ഷൻ ഓഫീസിന്റെ മുമ്പുവശത്ത് നിന്ന് വടക്കുവശം തുടങ്ങി വരുന്ന നടപ്പാത മെട്രോ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശം വഴി എടുത്ത് മുല്ലശ്ശേരി കനാൽ റോഡ് വരെ എത്തിക്കാം. റോഡിനും ഈ നടപ്പാതയ്ക്കും ഇടയ്ക്ക് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ കിട്ടും. ഇന്നത്തെ ഈ ഞെരുക്കവും കഞ്ചഷനും കംപ്ലീറ്റ് മാറി അവിടെ ഈ നഗരത്തിന്റെ ഈ ഹൃദയഭാഗം അതിമനോഹരമായ ഒരു പ്രദേശമായി മാറും. അത് എൻ്റെ ഒരു സ്വപ്നമാണ്. ആ വിഷയവും ഞാൻ അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിക്കും.